സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ബ്രേക്കിംഗ് ന്യൂസാണിത്. കാരണം ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു ക്രിസംഗിയായ കന്യാസ്ത്രീയുടെ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. അവനെ ഒരു ബോംബ് എറിഞ്ഞ് തീർത്ത് കളയണം. അവനെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ബോംബ് എറിഞ്ഞ് തീർത്ത് കളയണം. മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി കമന്റുമായി കന്യാസ്ത്രീ ടീന ജോസ്. എങ്ങനെയുണ്ട്? അപ്പൊ ടീന ജോസ് കന്യാസ്ത്രീ വസ്ത്രം അണിഞ്ഞിരിക്കുകയാണ്. ആ ചെറ്റ അവളാണ് പറയുന്നത് പിണറായി വിജയനെ ഒരു ബോംബ് പറഞ്ഞ് തീർത്ത് കളയണമെന്ന്. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ NIA വരും, ED വരും, എന്തൊക്കെ ഒരു പട്ടാളം ഇറങ്ങും, പോലീസ് ഇറങ്ങും, എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുമായിരുന്നു. എന്താണ് ഇവളെ അറസ്റ്റ് ചെയ്യാത്തത്? ഇവളെ എന്തിനു അറസ്റ്റ് ചെയ്യാൻ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതിന് പ്രത്യേകിച്ച് ഒരു കംപ്ലൈന്റിന്റെ ആവശ്യമുണ്ടോ? ബോംബ് എറിഞ്ഞ് കൊല്ലണം സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് അഭിപ്രായക്കാരായിരിക്കാം, വേറെ രാഷ്ട്രീയക്കാരായിരിക്കാം, വേറെ മതത്തിൽപ്പെട്ടവരായിരിക്കാം, നിങ്ങൾ വേറെ ഏതെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നിയമപരമായി അല്ലാതെ നിങ്ങളെ ഏതെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലോ ആയിരിക്കാം. ശരിയാണ്. പക്ഷെ ഇങ്ങനെ ബോംബെറിഞ്ഞു കൊല്ലാൻ പറയാമോ? അപ്പൊ ഇവിടെ നിയമമില്ലേ? ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് അവളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. എന്താ പിണറായി വിജയൻ പേടിച്ചു പോയാ? ഇവളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അവളെ അപ്പോഴേ അറസ്റ്റ് ചെയ്ത് ആ കന്തൂർ അവളെ ഇത് ഊരി വാങ്ങിക്കണ്ടേ? ചന്തിയിൽ നല്ല പെടപെടയ്ക്കണം പോലീസുകാരെ കൊണ്ട്, ലാത്തി കൊണ്ട് നല്ല അടി കൊടുക്കണം. എന്താ നടക്കൂലേ? ഇത് കേരളമാണ്. ഇത് എന്ത് തോന്നിയാസം, എന്ത് തെമ്മാടിത്തരം ഇവിടെ കാട്ടിക്കൂട്ടാന്നുള്ള ഇവിടെ സംഘികൾക്കും ക്രിസംഘികൾക്കും എങ്ങനെ അഴിഞ്ഞാടാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാകരുത്. എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസംഘികളെയും സംഘികളെയും തൊടാൻ എന്താണ് ഇത്ര ഭയം? അല്ല, ഞാൻ ഭരണകർത്താക്കളോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടുത്തെ DGPയുടെ പണി? എന്താണ് ഇവിടുത്തെ SP പണി? എന്താണ് ADGPയുടെ പണി? എന്താണ് DIGയുടെ ഒക്കെ പണി? അവന്മാരുടെ ജോലി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ചെറ്റ വർത്തമാനം, അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് ഒരു ആളിനെ വധിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു ചെറ്റ കന്യാസ്ത്രീ വസ്ത്രം അണിഞ്ഞു വന്ന ഇവളെ പിടിച്ച് നമ്മൾ അകത്താക്കില്ലേ പിന്നെ ആരെയാണ് നമ്മൾ അകത്താക്കുന്നത്? അപ്പോ കന്യാസ്ത്രീ വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്ത എവളാണ് ടീനയെന്ന് CMC. എങ്ങനെയുണ്ട്? അതാണ് CMC എന്ന് പറയുന്ന ഇവരുടെ ഒരു സംഘടനയാണ്, കന്യാസ്ത്രീ സമൂഹം. ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും. അതൊരു സംശയമുണ്ട്, അവരുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും എന്നുള്ളത്. CMC സമൂഹത്തിന് അതില് യാതൊരു ബാധ്യതയും ഉത്തരവാദിത്വം ഇല്ല. അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. അവരുടെ ജിഹ്വയായിട്ടാണ് പറഞ്ഞാലും ശരി, അവർ അവസാനം വാക്ക് മാറുമല്ലോ. അവർ ഒറ്റുകൊടുക്കുകാരാണല്ലോ. എന്തായാലും ശരി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഇപ്പൊ പ്രചാരണത്തിന് ഇറങ്ങും. പ്രചാരണത്തിന് ഇറങ്ങുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബോംബെറിഞ്ഞ് അവനെ കൊന്നു കളയണം. അവനെ, ഒരു മുഖ്യമന്ത്രിയെ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ, ഇവിടെ കമ്മ്യൂണിസം തോക്കൻ കുഴലിലൂടെ വന്ന സംസ്ഥാനമല്ല കേരളം എന്ന് പറയുന്നത്. ജനാധിപത്യ മാർഗത്തിലൂടെ വന്ന ഒരു ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തിട്ട് ഇതുവരെ ഇത്രയും സമയം വരെ, മണി ഇപ്പോ 10:20 ഇവിടെ, അപ്പോ 12:50 നാട്ടില്. ഇതുവരെ ആ തള്ളയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവളെ അറസ്റ്റ് ചെയ്യണം. അവൾക്ക് ശരിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കാശക്കാരും കൂസക്കാരും സംഘപരിവാറുകാരും പോലീസ് സ്റ്റേഷൻ വളയാൻ വരും. യാതൊരു കാരണവശാലും അവളെ പുറത്തിറക്കരുത്. ഇവളെ എങ്ങനെയായാലും ഒരു 14 ദിവസമെങ്കിലും തടവിലിടണം. എന്നിട്ട് ഇവിടെയുള്ള ഈ കാക്രി കൂക്രി കച്ചടകളെല്ലാം കൂടെ വരുന്നതും അവർക്ക് വേണ്ടി ആരൊക്കെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടെയാണ്. കാര്യം 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച നരാധമനായ പത്മരാജന് വേണ്ടി ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രസ് കോൺഫറൻസ് നടത്തുകയാണ്. ഒരു ഗോകുൽ, അവനൊരു RSS ഗുണ്ടയും RSSന്റെ ഒരു ചാനലുകളുടെ ഒരു സ്ഥിരം
ആളുമാണ്. അവൻ പറയണ ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ആയിരിക്കും, മാഷേ നിങ്ങളെ കൂടെ തന്നെ ആയിരിക്കും. അപ്പോ RSSകാരനും പിന്നെ BJPക്കാരനും സംഘപരിവാറുകാർ മൊത്തത്തിലായിരുന്നാലും ശരി, ക്രിസംഖികളായിരുന്നാലും ശരി, അവർക്ക് എന്ത് തെമ്മാടിത്തരം ഇവിടെ കാണിക്കും? ആരാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? അവർക്ക് മോഡിയാണ് ആ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? അത് അമിത്ഷായാണ് പിന്നെ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? എന്താ അവർക്ക് പിതൃസ്വത്തായിട്ട് ലഭിച്ചതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം? ഇംഗ്ലീഷുകാരിൽ നിന്ന് നീയെല്ലാം ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നോക്കിയ സമയത്ത് ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടി 16 ലക്ഷം ജീവൻ ബലി കൊടുത്ത് നേടിയ ഒരു സ്വതന്ത്ര രാജ്യത്ത് നിങ്ങൾക്ക് തോന്നിയവസം കാണിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുക? ഇതിനൊരു അവസാനം ഉണ്ടാകണം. എന്ത് തെമ്മാടിത്തരവും ചെറ്റത്തരവും കാണിച്ച് ഈ നാട്ടിൽ വിലസാമെന്നുള്ള ധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയെങ്കിലും മനസ്സിലാക്കി ഇവർക്ക് തിരുത്തി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും വേഗം ഈ ടീന ജോസിനെ പിടിച്ച്, അതായത് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കണം, സ്വമേധയാ കേസെടുക്കണം. ഇതിന് ഒരു കംപ്ലൈന്റിന്റെ ആവശ്യമില്ല. സ്വമേധയാ കേസെടുത്ത് കുറഞ്ഞത് 14 ദിവസമെങ്കിലും ജയിലിടത്തക്ക വകുപ്പുകൾ ഉണ്ടാക്കി പിന്നെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് എനിക്ക് ഈ സർക്കാരിനോടും ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾ മാത്രമല്ല മതേതര വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്. അത് നടത്തി കാണാൻ ഞങ്ങളെല്ലാം വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെ നിരാശരാക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.